CPIM വിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. 3 തവണ MLA ആയതിനു ശേഷം 4ാം തവണ കസേരയിൽ ഭാര്യയെ ഇരുത്തുന്നത് ശരിയല്ല. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ അഴിമതി നടത്താനാണെന്നും TK ഗോവിന്ദന്റെ ആരോപണം. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും UDF പിന്തുണ തന്നാൽ സ്വീകരിക്കുമെന്നും TK ഗോവിന്ദൻ. 2 തവണ 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ടാവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFിൻ്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യാ വിഷയവും TK ഗോവിന്ദൻ ഇന്നുയർത്തി. താൻ നഗരസഭാ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അനുമതി കൊടുക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയ്ക്ക് ശേഷം PK ശ്യാമളയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായെന്നും TK ഗോവിന്ദൻ. അതായത് ആന്തൂരിലെ സാജന്റെ മരണം എനിക്കാണത്തെ പാർട്ടി ചുമതല ഏരിയ കമ്മിറ്റി ചുമതല. സാജന്റെ മരണം നടന്നു. ആന്തൂരിൽ പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. വയലൻ്റായിട്ട് ജനങ്ങളാകെ അദ്ദേഹത്താണ് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്, ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. CPIM നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച TK ഗോവിന്ദന് പിന്തുണ നൽകാനുള്ള നീക്കത്തിനെതിരെ തളിപ്പറമ്പ് കോൺഗ്രസിൽ പ്രതിഷേധമുണ്ട്. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജിക്കൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മയിൽ, കുറ്റ്യാട്ടൂർ, കൊളച്ചേരി, ചേലേരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളാണ് രാജിക്കൊരുങ്ങുന്നത്. അജീഷ് ജയകുമാറാണ് ഇന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഇന്ന് CPIM നേരിട്ട ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് അത്ര ചെറുതല്ലല്ലോ. കണ്ണൂരിൽ പാർട്ടി കോട്ടയിലാണ്. ഇപ്പോൾ TK ഗോവിന്ദനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. കോൺഗ്രസിലുമുണ്ടല്ലോ ഈ പ്രതിഷേധ കാറ്റ്. അജീഷ്, ഉന്മേഷ CPIMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്ന് പറയുന്നത് അവരുടെ കേഡർ സംവിധാനത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ദേശീയ തലത്തിലടക്കം അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തി മുതിർന്ന ഒരു നേതാവ് തന്നെ പാർട്ടി വിട്ടിരിക്കുന്നത്. അവർ കുടുംബവാഴ്ചയ്ക്കെതിരെ അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPIMന്റെ സംസ്ഥാനത്തെ 1ാമത്തെ നേതാവിനെതിരെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തളിപ്പറപ്പിലെ LDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ PK ശ്യാമളയെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടും അവിടെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് MV ഗോവിന്ദന്റെ താല്പര്യപ്രകാരമാണെന്നാണ് TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. അവിടെ താനും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു. PK ശ്യാമളയല്ലാതെ അവിടെ യോഗ്യരായിട്ടുള്ള മറ്റ് പല വനിതാ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. അവരെ ഒന്നും സ്ഥാനാർത്ഥിയാക്കാതെ PK ശ്യാമളയെ ആക്കിയതിന് പിന്നിൽ MV ഗോവിന്ദനാണ്. അദ്ദേഹം 3 തവണ MLA ആയ ആളാണ്. 4ാം തവണ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മത്സരിക്കാനാകാത്തത്. അതുകൊണ്ടാണ് അവിടെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പല ഇടപാടുകളിലും, പ്രത്യേകിച്ച് CPIMന്റെ മണ്ഡലം MLA എന്ന നിലയിൽ ചിലവഴിക്കുന്ന ഫണ്ടുകളിലും ഒപ്പം തന്നെ അവിടെ നടത്തിയ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ കണക്കുകളിലും ഒക്കെ തന്നെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അഴിമതി നടന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കൂടാതെ ഈ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയിലും ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ PK ശ്യാമളയ്ക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. എന്തായാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് UDF അറിയിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.